ഭൂതകാലത്തിലല്ല വർത്തമാനകാലത്തിലാണ് ജീവിക്കേണ്ടത് എന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. മൂല്യങ്ങൾ ഉൾക്കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്താൽ വിജയം ഉണ്ടാകുമെന്നും അമ്മ പറഞ്ഞു. കോഴിക്കോട് ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിന്റെ 2ാം ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ. ഈ വർത്തമാനത്തിൽ നല്ല കർമ്മം ചെയ്യാൻ ശ്രമിക്കുക, അതാണ് വേണ്ടത്. ഈ വർത്തമാനത്തിലാണ് നമുക്ക് ജീവിക്കേണ്ടത്, അല്ല ഭൂതത്തിലും ഭാവിയിലും അല്ല. ഈ നിമിഷം നീ ശ്രദ്ധിച്ച് പഠിച്ചാൽ നിനക്ക് തീർച്ചയായിട്ടും വിജയിക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പിള്ളേർ ആ ആത്മവിശ്വാസം വെച്ച് പോയി. അവർ വളരെ വിജയിച്ച് വളരെ സയൻറ്റിസ്റ്റൊക്കെ ആയി. അപ്പോൾ സത്യത്തിൽ വർത്തമാനത്തിൽ ആണ് നമ്മുടെ ജീവിതം എന്ന് വെച്ചാൽ, അപ്പോൾ വർത്തമാനത്തിൽ ശ്രദ്ധിച്ച് നമ്മൾ ഉപയോഗിച്ചതുകൊണ്ട് അവർ ഭാവിയും സുരക്ഷമായി, ഭൂതത്തിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റി, ഭാവിയിലും വിജയം കൈവരിച്ചു. വർത്തമാനത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഭൂതവും ഭാവിയും വർത്തമാനത്തിലായിരിക്കുന്നു. ഈ നിമിഷമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ആ വർത്തമാനത്തിൽ നമ്മൾ നല്ല കർമ്മം ചെയ്താൽ തീർച്ചയായിട്ടും 90% വ്യത്യാസം ഉണ്ടാക്കാം. പിന്നെ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ നേരിട്ടേ പറ്റുള്ളൂ, അല്ലാതെ നേരിടാൻ പഠിക്കണം എന്നുള്ളതാണ്. ടി.കെ. അരവിന്ദൻ ചേരുകയാണ് ഇപ്പോൾ. അരവിന്ദൻ, അനുഗ്രഹ പ്രഭാഷണത്തിന് ശേഷം സദസ്സിനെ ഭക്തിസാന്ദ്രമാക്കിക്കൊണ്ട് അമ്മയുടെ ഭക്തിഗാനസുധ നടക്കുകയല്ലേ ഇപ്പോൾ അവിടെ? തീർച്ചയായും അമ്മയുടെ പ്രഭാഷണത്തിന് ശേഷം ഇപ്പോൾ ഭക്തിഗാന സുധയാണ് നടക്കുന്നത്. ആയിരക്കണക്കിന് പേരാണ് അമ്മയെ ഒരു നോക്ക് കാണാൻ കോഴിക്കോട് വെളിമാട് കുന്നിലെ ഈ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവ പരിസരത്ത് എത്തിയിട്ടുള്ളത്. ഇന്നലത്തെ വലിയ തോതിൽ ആളുകൾ ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് പേർ ഇന്നലെ ഇവിടെ എത്തി. ഇന്നും കൂടുതൽ പേർ വിവിധ ഭാഗങ്ങളിൽ വയനാട് ആദിവാസി മേഖല അമ്മ ദത്തെടുത്ത ആദിവാസി മേഖലയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഈ തരത്തിൽ വലിയ തോതിലുള്ള ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. രാവിലെ വലിയ തോതിൽ പ്രത്യേക പൂജകളോടുകൂടിയാണ് ഇന്നത്തെ പരിപാടികൾ ആരംഭിച്ചത്. അതിനുശേഷമാണ് അമ്മ സ്റ്റേജിലേക്ക് എത്തിയത്. അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം നടത്തി അമ്മയെ പൗരപ്രമുഖർ ഹാരാർപ്പണം ചെയ്തു. PV ചന്ദ്രൻ, അതുപോലെ തന്നെ MP ശ്രേയസ് കുമാർ തുടങ്ങിയവർ അമ്മയെ ഹാരാർപ്പണം ചെയ്തു. അതിനുശേഷമായിരുന്നു അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം നടന്നത്. അമ്മ ഓർമ്മിപ്പിച്ചത് ഭൂതകാലത്തിൽ ജീവിക്കാതെ വർത്തമാനകാലത്തിൽ ജീവിക്കാൻ പഠിക്കണം. ഭൂതകാലത്തിൽ നിന്ന് മൂല്യങ്ങൾ ഉൾക്കൊള്ളാം, പക്ഷേ അതിൽ കെട്ടുപിണഞ്ഞ് കിടക്കരുത്. വർത്തമാനത്തിൽ ജീവിക്കാൻ പഠിക്കുകയാണ് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നല്ലത്. ഒപ്പം തന്നെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുള്ള ജീവിതം വേണം. ഇത് കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. ഇങ്ങനെ അമ്മ ഇന്നത്തെ കാലഘട്ടത്തിൽ, വർത്തമാന കാലഘട്ടത്തിൽ സമൂഹം അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അമ്മ സംസാരിച്ചത്. ഇത് തീർച്ചയായും ഭക്തർക്ക്, ഇവിടെ എത്തി ആയിരക്കണക്കിന് ഭക്തർക്ക് വളരെയധികം ജീവിതത്തിൽ ആത്മവിശ്വാസം പകരുന്ന ഒരു പ്രഭാഷണമായിരുന്നു അമ്മയുടേത്. അതിനുശേഷമാണ് ഭക്തരെ ഭക്തിസാന്ദ്രമാക്കിക്കൊണ്ട്, സദസ്സിനെ ഭക്തിസാന്ദ്രമാക്കിക്കൊണ്ട് അമ്മയുടെ ഭജന നടക്കുന്നത്. ഇതിനുശേഷം അമ്മ ഭക്തർക്ക് ദർശനം നൽകും. ഇന്നലെ ആയിരക്കണക്കിന് പേർക്ക് അമ്മ ദർശനം നൽകി കഴിഞ്ഞു. ഇന്ന് ഇവിടെ എത്തുന്ന എല്ലാ ആളുകൾക്കും അമ്മ ദർശനം നൽകും. ദർശനം പാതിരാത്രി വരെ നീളാനാണ് സാധ്യത. കൂടുതൽ പേരുണ്ടെങ്കിൽ പുലർച്ചെ വരെ അമ്മയുടെ ദർശനം നേടും. എന്തായാലും 2 ദിവസത്തെ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിന് ശേഷം നാളെ ഇന്ദു സമാപനം കുറിക്കും. നാളെ അമ്മ തൃശ്ശൂരിലേക്ക് മടങ്ങും. 6 വർഷത്തിന് ശേഷമാണ് കോഴിക്കോട് ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിൽ അമ്മ എത്തുന്നത്. അതിനാൽ തന്നെ വിപുലമായ ഒരുക്കങ്ങളാണ് മക്കൾ ഇവിടെ ഒരുക്കിയിരുന്നത്. എന്തായാലും ഭക്തരെല്ലാം വലിയ ആത്മവിശ്വാസത്തിലാണ്. അമ്മയുടെ സന്ദർശനം അവരെ അത്രമേൽ സ്പർശിച്ചു കഴിഞ്ഞു. എന്തായാലും അമ്മയുടെ പരിപാടി സുഖമായി മുന്നേറുകയാണ്. മായ അരവിന്ദനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കോഴിക്കോട് ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിന്റെ 2ാം ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണത്തിന് ശേഷം ഇപ്പോൾ അമ്മ സദസ്സിനെ ഭക്തിസാന്ദ്രമാക്കിക്കൊണ്ട് ഭക്തിഗാനസുധ നടക്കുകയാണ് ഇപ്പോൾ.